നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് സെർച്ച് കൺസോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സെർച്ച് കൺസോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ കീവേഡുകളിൽ നമുക്ക് വിസിബിൾ ആകുന്നു, ആ കീവേഡുകൾക്ക് നമുക്ക് എത്ര ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് സെർച്ച് കൺസോൾ വഴി അറിയാൻ പറ്റും. കൂടാതെ നമ്മൾ സെർച്ച് കൺസോളിൽ കിട്ടിയിരിക്കുന്ന ആ ഇംപ്രഷൻ്റെ എണ്ണവും നമുക്ക് ആ ഇംപ്രഷനിൽ നിന്ന് ക്ലിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന CTR റേറ്റും മനസ്സിലാക്കുകയും ഒപ്പം തന്നെ നമ്മളുടെ കീവേഡുകളുടെ ആവറേജ് പൊസിഷൻ മനസ്സിലാക്കി ആ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഓഫ് പേജ് വർക്കുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ വെബ് പേജുകളുടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്ത് പ്രോസസ്സുകൾ ചെയ്യാറുണ്ടെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളുടെ കീവേഡുകളുടെ പൊസിഷനും CTR റേറ്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇംപ്രഷനും കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഓർഗാനിക് വിസിബിലിറ്റി കൂട്ടാനും ഓർഗാനിക്കായിട്ട് നമുക്ക് ഏതൊക്കെ കീവേഡുകളിലാണ് ഇംപ്രഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ ഇംപ്രഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ്, അവിടെ നിന്ന് നമുക്ക് എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, എത്ര കൺവേർട്ടബിൾ ആകുന്നു. ഇനി ഇതിന് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സിനകത്ത് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന വിസിറ്റുകളിൽ എത്ര വിസിറ്റുകൾ കൂടുതൽ ആൾക്കാരുടെ കൺവേർഷനിലേക്ക് പോകുന്നുണ്ട്, എൻക്വയറിയിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഗോളിലേക്ക് പോകുന്നുണ്ട്, അതിൽ എത്ര ഫോൺ എൻക്വയറി വരാറുണ്ട്, അതുപോലെ തന്നെ എത്ര എണ്ണം നമ്മുടെ ഫോം സബ്മിഷൻ വഴി എൻക്വയറി ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്, ബിസിനസ് ലീഡായിട്ട് മാറാറുണ്ട്, അത് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ വെബ്സൈറ്റിൻ്റെ ഓർഗാനിക് വിസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന കീവേഡുകൾക്ക് വേണ്ടി പ്രത്യേക രീതിയിലുള്ള ഓഫ് പേജ് SEO സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടാതെ സെർച്ച് കൺസോൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ വെബ്സൈറ്റിനകത്ത് ഏതെങ്കിലും ക്രോളറേഴ്സ്, എന്തെങ്കിലും ബ്രോക്കൺ ലിങ്ക്സ് വഴിയുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് പോകാനും സാധ്യമാകും. കൂടാതെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എന്തെങ്കിലും മൊബൈൽ ഫ്രണ്ട്ലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മൊബൈൽ കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വെബ്സൈറ്റും നല്ല രീതിയിൽ റാങ്കിങ്ങിൽ ഇപ്പോൾ പെർഫോം ചെയ്യാറില്ല. അപ്പം നമ്മളെ റാങ്കിങ് പെർഫോമൻസിനെ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ മൊബൈൽ പെർഫോമൻസ് ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മൊബൈലിനകത്ത് നല്ല രീതിയിൽ ഓപ്പൺ ആകുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആയി കഴിഞ്ഞാലും സൂം ചെയ്യാതെയോ ടാപ്പ് ചെയ്യാതെയോ നമ്മളെ കണ്ടൻസ് വായിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പേജസ് ഉണ്ടെങ്കിലോ, ഇനി നമ്മളെ പേജിനകത്ത് തന്നെ ഇൻറ്റേർണലി നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന മെനൂസ് കൃത്യമായിട്ട് സ്പേസ് ചെയ്യാതെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ വഴി മൊബൈൽ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്ന ഏരിയ വഴി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് മനസ്സിലാക്കി നമ്മളുടെ വെബ്സൈറ്റിൻ്റെ മൊബൈൽ ഫ്രണ്ട്ലിനെസ്സും നമ്മുടെ വെബ്സൈറ്റിൻ്റെ മൊബൈലിനകത്തുള്ള നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് ഉള്ള സെർച്ച് റിസൾട്ടിനുള്ള പെർഫോമൻസ് നമുക്ക് പ്രത്യേകം ഡിവൈസ് തരംതിരിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ആ ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ ഭൂരിഭാഗവും മൊബൈലിൽ നിന്ന് തന്നെയാണോ കിട്ടുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കുക. ഒരുപക്ഷെ നമ്മളുടെ വെബ്സൈറ്റിനകത്ത് കിട്ടുന്ന ഇംപ്രഷൻ മൊബൈലിൽ നിന്നല്ല, ഡെസ്ക്ടോപ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ വേറെ ഡിവൈസുകളിൽ നിന്നാണ്, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് പോലെയുള്ള കമ്പ്യൂട്ടർ ഡിവൈസുകളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ മൊബൈൽ ഫ്രണ്ട്ലിനെസ്സിനകത്ത് സാരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മൊബൈൽ ഫ്രണ്ട്ലിനെസ്സിൻ്റെ കാര്യം മുൻനിർത്തുമ്പോൾ തന്നെ നമ്മളെ വെബ്സൈറ്റിനകത്ത് ആക്സിലറേറ്റഡ് മൊബൈൽ പേജസ് പോലെയുള്ള അഡ്വാൻസ് ടെക്നോളജീസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ടോ, അതിൽ എത്ര പേജസ് AMP ആക്സിലറേറ്റഡ് മൊബൈൽ പേജസ് ഒപ്റ്റിമൈസ്ഡ് ആയി, അതിൽ വാലിഡേഷനുള്ള എത്ര പേജസ് ആണ്, അതിന് വഴി നമുക്ക് എത്ര ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെർച്ച് കൺസോൾ വഴി മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇനി സെർച്ച് കൺസോളിൻ്റെ ബാക്കി വൈറ്റൽ ഏരിയാസ്, അതിനകത്ത് സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്തതുകൊണ്ടോ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്കീമ മാർക്കപ്പ് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോ ഉടനെ തന്നെ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ സെർച്ച് കൺസോൾ വഴി നമുക്ക് കിട്ടാവുന്ന കുറച്ച് ഗുണങ്ങളെ പറ്റിയാണ് വിശദീകരിച്ചത്. ഗൂഗിൾ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ കീവേഡുകളെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയും ഏതൊക്കെ കീവേഡുകൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണെന്നുള്ള രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഇംപ്രഷൻ കിട്ടുന്നുണ്ട്, എത്ര ക്ലിക്സ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഓഫ് പേജ് SEO സ്ട്രാറ്റജീസ് ഇംപ്രവൈസ് ചെയ്യാൻ സാധിക്കും. ഇനി സെർച്ച് കൺസോളിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് കൺസോൾ ഉപയോഗിച്ച് SEOയുടെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു പുതിയ ഡേറ്റയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ
ലിങ്കുകളെ പറ്റിയുള്ള ഒരു ധാരണ. നമുക്ക് സെർച്ച് കൺസോളിനകത്ത് തന്നെ ലിങ്ക്സ് എന്നുള്ള ഏരിയ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക്സ് ഡീറ്റെയിൽസ്, എത്ര ലിങ്ക്സ് കിട്ടിയിട്ടുണ്ട്, ഇന്റേണൽ ലിങ്ക്സ് വഴി നമുക്ക് എത്ര മെച്ചമുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്ക് എത്ര ലിങ്ക്സ് അച്ചീവ് ചെയ്യുന്നുണ്ട്, അത് എത്ര നമ്മൾ ഓഫ് പേജ് വഴി നേടിയെടുത്തിരിക്കുന്ന ലിങ്കുകൾ എത്ര എണ്ണം ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിൻ്റെ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു പരിധിവരെ നമ്മളെ വെബ്സൈറ്റിൻ്റെ പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയും ഒക്കെ മെച്ചപ്പെടുത്താനും അതുവഴി നമ്മൾക്ക് ഒരു റാങ്കിങ് സ്ഥാനം ഉറപ്പാക്കാനും ഒക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സെർച്ച് കൺസോളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗുണങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ് ആയിരുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ സെർച്ച് കൺസോളിൻ്റെ സ്കീമ മാർക്കപ്പിനെ പറ്റിയും അതിനകത്ത് നമ്മളെ വെബ്സൈറ്റിനകത്ത് വൈറ്റൽ ഏരിയാസിനെ പറ്റിയൊക്കെ CLS സ്കോറിനെ പറ്റിയൊക്കെ പറയുന്ന വീഡിയോ ആണ്. പുതിയ വീഡിയോസ് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ചാനലിനകത്തുള്ള കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കി ഈ ഏരിയക്കകത്ത് ഒത്തിരി അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.